Hi and welcome to yet another exciting episode of Kappa Prime Time. In today's episode of Kappa Prime Time, our guests who have joined us to have a small chat with me are the very talented guests. So let me invite them. Very first guest is Preetha Kannan. She is a playback singer. We have Ajith Babu, who is a celebrity fitness trainer. Along with them, Sreeja is joining. She is an actress as well as a model. And we have Siju Kumar. He is a Qawwali and a Sufi singer. Inviting all of you to my show. Moving on to our very first guest, she is a playback singer, a wonderful personality. She's been in the industry for quite a long time. We'll be having a chat with her. Let me welcome her. Hi, Preetha Kannan. Welcome to Kappa Prime Time. Namaskaram, Cynthia. Thank you. സുഖമായിരിക്കുന്നു വിശ്വസിക്കുന്നു. സുഖം. റൈറ്റ്. പ്രീത കണ്ണൻ എന്ന് പറയുന്ന ഒരു ആർട്ടിസ്റ്റിന് പ്രത്യേകിച്ച് മുഖവരൊന്നും വേണ്ട. എല്ലാവരും വർഷങ്ങളായിട്ട് ചേച്ചീനെ കാണുന്നു, ചേച്ചിയുടെ പാട്ടുകൾ അറിയാവുന്ന ഒരു വ്യക്തിയാണ്. എന്നാലും നമ്മുടെ കപ്പ ടി വിയിൽ നമുക്ക് കുറച്ച് എൻ്റർടൈൻമെൻറ്റ്, കുറച്ച് ചേച്ചിയുടെ ലേറ്റസ്റ്റ് വിശേഷമൊക്കെ അറിയാൻ വേണ്ടിയിട്ട് വി ആൾ ആർ വെയിറ്റിംഗ്. സോ ആദ്യത്തെ ചേച്ചിയുടെ ഒരു പാട്ട്, അതായത് ഹിറ്റായ ഒരു പാട്ട്, ചേച്ചി അതിന് മുന്നേ പാടുന്നുണ്ടായിരുന്നു, പക്ഷേ ഫിലിമിൽ ആദ്യമായിട്ട് ഹിറ്റായ ഒരു പാട്ട് ഇന്നും എല്ലാവരും കേൾക്കുന്ന ഒരു പാട്ടാണ്. എനിക്ക് തോന്നുന്നു കുട്ടികൾക്ക് വരെ ആ പാട്ട് അറിയാവുന്ന ഒരു സ്റ്റേജാണ് ആ പാട്ട്. പറയുകയാണെങ്കിൽ 2000 ഇറങ്ങിയ സിനിമയാണ് ദേവദൂതൻ അല്ലേ? ആ ഫിലിമിലെ ഒരു പാട്ടിൽ നിന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? തീർച്ചയായും ആ പാട്ട് പാടിക്കൊണ്ട് തന്നെ ആരംഭിക്കാം. ഓക്കെ. കരളെ നിൻ കൈ പിടിച്ചാൽ കടലോളം വെണ്ണിലാവ്, ഉൾക്കണ്ണിൻ കാഴ്ചയിൽ നീ കുറുന്നൊരു വെൺപിറാവ്. മന്ത്രകോടി നെയ്തൊരുങ്ങി പള്ളിമേട പൂത്തൊരുങ്ങി അസലായിട്ട് ചേച്ചി പാടിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഈ പാട്ട് വേറെ ആരൊക്കെ പാടിയാലും അത് ഐ തിങ്ക് പ്രീത എന്നുള്ളൊരു സിംഗർ പാടുന്നതിന് അത്രയും വരത്തില്ല, ഉറപ്പാ. ഈ പാട്ടിലേക്ക് എങ്ങനെയാ വരുന്നത്? ഈ ഒരു പാട്ട് പാടാനായിട്ട് ഫിലിമിലേക്ക്, അതും ഈ പാട്ട് പാടാനായിട്ട് എങ്ങനെയാ ഒരു ഹൗ വാസ് ഇറ്റ്? ശരിക്കും ഈ പാട്ട് പാടാൻ വേണ്ടിയിട്ടല്ല, ഞാൻ പൂവി പാലപ്പൂയും ഈ പാട്ടും വിദ്യാജിയുടെ സ്റ്റുഡിയോ വർഷാവല്ലകി ചെന്നൈയിൽ പോയി പാടിയിരുന്നു. ആ പാട്ടില് അത് പോയി പാടാനുള്ള ഒരു ചാൻസ് വരുന്നത് മാക്ട സംഘടിപ്പിച്ച വലിയൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു, ബാബുക്ക നൈറ്റ്, ബാബുരാജ് മാഷിന് വേണ്ടിയിട്ട്. അന്ന് എല്ലാ സീനിയർ സിംഗേഴ്സും ദാസാറ്, ജാനകിയമ്മ, ജയചന്ദ്ര മാഷ്, അങ്ങനെ സകല സീനിയർ സിംഗേഴ്സിന്റെ കൂടെ, അന്ന് ഞാൻ കുട്ടി സിംഗറാണ്, ഇന്നിപ്പോ വലിയ സിംഗർ ആയതല്ല, പ്രായം കൊണ്ട് കുട്ടി സിംഗറാണ് അവരെ വെച്ച് നോക്കുമ്പോ. അപ്പൊ എന്നെ ആദ്യമായിട്ട് ഈ പാട്ട്, ഇങ്ങനെ ഒരു പാട്ടുണ്ട്, നമുക്കൊന്ന് സംസാരിക്കണമെന്ന് പറഞ്ഞിട്ട് എന്നെ സിബി സാറിന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുന്നത് രഞ്ജിത്ത്, ചിപ്പിയുടെ ഹസ്ബൻഡ് രഞ്ജിത്ത് ഏട്ടനാണ്. രഞ്ജിത്ത് ഏട്ടനായിരുന്നു അന്ന് അവിടുത്തെ ആ ഷോയുടെ കംപ്ലീറ്റ് കോർഡിനേഷൻ. ഇന്ന് അദ്ദേഹം പ്രൊഡ്യൂസറാണ്. അപ്പം രഞ്ജിത്ത് ഏട്ടൻ പറഞ്ഞിട്ട് സിബി സാറ് സംസാരിച്ചു. സാറാണ് പറഞ്ഞത് നമുക്കൊന്ന് ട്രൈ ചെയ്യാം, ഒരു പുതിയ ആൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പുതിയ വോയിസ് ആണ് വേണ്ടതെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ 2000 ആ സമയത്ത് ഞാന് സ്റ്റുഡിയോയിൽ എത്തുകയാണ്, ചെന്നൈയിൽ പോകുന്നു. അപ്പൊ ഞാൻ മോനെ 6 months പ്രഗ്നന്റ് ആണ്. എന്നിട്ട് ആ തലേ ദിവസം പോയി പാട്ട് പഠിച്ചു, പിറ്റേ ദിവസം ആണ് റെക്കോർഡ് ചെയ്തത്. സൂപ്പർ. നമ്മുടെ കുഞ്ഞുമോൻ ആയിരുന്നു, ഇപ്പൊ വലിയ ആളായി, മാധവൻ എന്നാണ് പേര്, ബട്ട് മാധവ് എന്ന് അറിയപ്പെടുന്നു. മാധവ് ഒരു ചെറിയൊരു കുസൃതി എന്ന് വേണമെങ്കിൽ പറയാം, കാണിച്ചു തുടങ്ങിയതിലാണ് ഇപ്പോൾ ഒരു പ്ലേബാക്ക് സിംഗറായി മാറിയിരിക്കുകയാണ്. എന്തായിരുന്നു ആ ഒരു കുറുമ്പിത്തരം കാണിച്ചത്? അതെ. ആള് പാട്ട് പാടും എന്ന് തന്നെ ഞങ്ങൾ അറിഞ്ഞു തുടങ്ങുന്നത് ഒരു 10th ഒക്കെ കഴിഞ്ഞിട്ടാണ്. അപ്പം ഫോൾസ് വോയിസില് വെസ്റ്റേൺ എല്ലാം തന്നെത്താനെയാണ്. അത് ഇപ്പോഴത്തെ പുതിയ തലമുറയുടെ തന്നെ ഒരു ഗുണവും എന്ന് തന്നെ പറയാം. ഒരുപാട് ഒരു ഹെഡ്ഫോൺ ഒക്കെ വെച്ച് കേൾക്കും, ഒരുപാട് സിനിമ കാണും, അല്ലെങ്കിൽ അങ്ങനെ അതിലൊക്കെ അവർ നല്ലവണ്ണം പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യുന്നുണ്ട് അവർക്ക് വേണ്ടുന്ന സാധനങ്ങൾ അതിന്ന്. അങ്ങനെയാണ് മാധവൻ അതില്
ഞങ്ങൾ പാച്ചു എന്നാണ് കേട്ടോ വിളിക്കുന്നത്. ഞാൻ മാധവന് ഭയങ്കര ഫോമലായിട്ട് സംസാരിക്കാൻ ശ്രമിക്കുകയാണ്. എനിക്ക് അറിയാണ്ട പാച്ചു എന്ന് വിളിക്കാം അല്ലെ നമുക്ക്? പാച്ചു പാടി ബാത്റൂമിലൊക്കെ നിന്ന് ബാത്റൂം സിംഗർ ആയിരുന്നു ആക്ച്വലി. 10th കഴിയുമ്പോ അപ്പൊ ഡെസ്പസീറ്റോ ലൂയിസ് ഫോൺസിയുടെ ഈ പാട്ട് സ്പാനിഷ് ഇതിങ്ങനെ പാടുന്നുണ്ട്. Sabes que ya llevo un rato mirándote. Tengo que bailar contigo hoy. Vi que tu mirada ya estaba llamándome. Muéstrame el camino que yo voy. Tú eres el imán y yo soy el metal. Me voy acercando, voy armando el plan. Solo con pensarlo se acelera el pulso. Oh yeah, ya me está gustando más de lo normal. Todo mi sentido va pidiendo más. Esto hay que tomarlo sin ningún apuro. പണ്ട് മുതലേ ഇവന് ഫോറിൻ ലാംഗ്വേജസ് പാടാൻ ഒരു ഇഷ്ടമുണ്ട്. ആദ്യം എന്നോട് പറയുന്നത് ചൈനീസ് ഭാഷ പഠിക്കണമെന്നാണ് 4 വയസ്സുള്ളപ്പോ. അതൊന്നും നടന്നില്ല. ഞങ്ങൾ അന്വേഷിച്ചു, പക്ഷെ ഇവിടെയൊന്നും അതിനുള്ള സാധ്യതയില്ല. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, അപ്പൊ സ്പാനിഷ് ഇവൻ തന്നെ പഠിച്ചു. പാടി ഒരു മലയാളി പാടിയതാണെന്ന് തോന്നണില്ല എന്നാണ് പലരും പറഞ്ഞത്. അപ്പൊ ആ കൂട്ടത്തില് ഗോപിയാണ് റെസ്പോണ്ട് ചെയ്തത്. ശ്യാമപ്രസാദ് സാറിന്റെ ഒരു മൂവി ഇപ്പൊ ഇവിടെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന റെക്കോർഡിങ് നടക്കുകയാണ്, നമുക്കൊന്ന് ട്രൈ ചെയ്യാം എന്ന് പറഞ്ഞിട്ട് എറണാകുളത്ത് ഗോപിയുടെ സ്റ്റുഡിയോയിൽ പോയിട്ട് പാടി നോക്കിയപ്പം ശ്യാമപ്രസാദ് സാറിന് ഒരുപാട് താങ്ക്സ് പറയണം. യങ്സ്റ്റേഴ്സിനെ ഒരുപാട് പ്രൊമോട്ട് ചെയ്യുന്നതാണ് സാറ്. അങ്ങനെ അവർ ഓക്കെ പറഞ്ഞിട്ട് അങ്ങനെ യാദൃശ്യ പ്ലേബാക്ക് സിംഗറായി മാറിയതാണ്. എനിക്കൊന്ന് ഹേ ജൂഡ് എന്ന സിനിമയിലൂടെയാണല്ലേ മാധവ് പ്ലേബാക്ക് സിംഗർ? ഹേ ജൂഡാണ് ഫസ്റ്റ് മൂവി. നല്ലൊരു ബാനർ അതിന് അങ്ങനെ ഗായകനായി. ഓക്കെ, എപ്പോഴും എനിക്ക് തോന്നുന്നു ഒരു ആകാശവാണി ഓൾ ഇന്ത്യ റേഡിയോ എന്ന് പറയുന്ന മേഖലയിൽ ഭയങ്കര പണ്ടേ മുതലേ എന്നെ ജൂനിയർ ആയിരുന്നു, അതിനുശേഷം സീനിയർ കാറ്റഗറിയിലേക്ക് വന്നു. എത്രത്തോളമാണ് AIR ചേച്ചിയുടെ ഒരു കരിയറിൽ ഹെൽപ്പ് ചെയ്തിട്ടുള്ളത്? AIR ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. മിനി കോറൽ എന്ന് പറഞ്ഞ പണ്ടൊരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. അതായത് ഞാൻ ഹാഫ് സ്കേർട്ട് ഇട്ട് നടക്കുന്ന ആ പ്രായത്തില് 6th സ്റ്റാൻഡേർഡിൽ എന്നെ AIR ഇങ്ങനെ പോണം, ഓഡിഷൻ ഉണ്ട് എന്ന് പറഞ്ഞു കൊണ്ടുപോകുന്നത് താര ചേച്ചിയുടെ അമ്മ സുബലക്ഷ്മി ടീച്ചറാണ്. ഞാൻ ആദ്യം നിർമ്മല ഭവനിലാണ് പഠിച്ചത്. അപ്പൊ ടീച്ചർ അവിടുത്തെ മ്യൂസിക് ടീച്ചറായിരുന്നു. അങ്ങനെയാണ് AIR എൻട്രി. അപ്പൊ ഉദയഭവൻ സാറ്, പെരുമ്പാവൂർ സാറ്, MG രാധാകൃഷ്ണൻ സാറ്, ഇവരുടെ എല്ലാ ശിക്ഷണത്തിൽ ഒരുപാട് ഗ്രൂപ്പ് സോങ് അത് ദിവസങ്ങളോളം റിഹേഴ്സൽ കഴിഞ്ഞ് നമ്മൾ AIR റെക്കോർഡ് ചെയ്യുമ്പം റീടേക്ക് ഇല്ല, പഞ്ചിങ് ഇല്ല, ഒന്നുമില്ലല്ലോ. പഞ്ച് ചെയ്തെടുക്കുക അതൊന്നും ഇല്ലല്ലോ. അപ്പം അത് ഭയങ്കര എക്സ്പീരിയൻസ് ആണ്. അത് ഇപ്പൊ ഉണ്ടോന്ന് അറിയില്ല, ഇപ്പോഴത്തെ കുട്ടികൾ ലാക്ക് ചെയ്യുന്നതും അതാണ്. അതിനൊരു കൂട്ടായ്മയാണ്, അത് ഭയങ്കര രസമാണ്. ആ സമയം മുതൽക്കേ ആകാശവാണിയിലെ പാട്ടുകൾ FM ഒരുപാട് കേൾക്കുമായിരുന്നു. അന്ന് അത് മാത്രമല്ലേ ഉള്ളൂ. പിന്നെ അതിനുശേഷം ഒരുപാട് FMകൾ വന്നു എങ്കിൽ പോലും ഞാൻ ആകാശവാണിയുടെ ഒരു പണ്ടത്തെ ആ ഒരു ബന്ധം കൊണ്ട് തന്നെയാണ്. പിന്നെ ഈ കേട്ട പാട്ടുകളെല്ലാം അതിന്റെ ക്രെഡിറ്റ്സ് അടക്കമാണല്ലോ ആകാശവാണിയിൽ പറയുന്നത്, സിനിമയിലെ പാട്ടുകള്. അപ്പൊ ഇപ്പൊ കൂടുതലും ലൈവിന്റെ കാലമാണ്. ഒരുപാട് പാട്ടുകൾ ആൾക്കാർ ചോദിക്കും. അപ്പൊ ഏതൊരാളെയും നിരാശപ്പെടുത്താതിരിക്കാൻ ഈശ്വര സഹായിച്ച് ഈ കേട്ട പാട്ടുകളുടെയൊക്കെ ഉപയോഗം ഉണ്ടാകുന്നത് ഇപ്പോഴാണ്. ഒന്നുമില്ലെങ്കിൽ എനിക്ക് അതിന്റെ ട്യൂണെങ്കിലും മൂളിയിട്ട് ഇത്രേ അറിയുള്ളൂ കേട്ടോ, ക്ഷമിക്കണേ എന്ന് അവരൊക്കെ സത്യമായിട്ട് അവർക്ക് സന്തോഷാണ്. മനസ്സിൻ മടിയിലെ മാന്തളിരിൽ മയങ്ങൂ മണിക്കൊരുന്നേ, കനവായി മിഴികളി തഴുകാൻ ഞാൻ ഉറങ്ങൂ നീ ഉറങ്ങൂ. Okay, let me just put you on hold for some time. Moving on to my next guest. He is a celebrity fitness trainer and he is a personal trainer for Preetha, and there are a lot of other celebrities who has been training for quite a long time. So let us have a small chat with him. Welcome Ajith to Kappa Prime Time. Hi. Yes. Hi. സുഖമായിരിക്കുന്നു എന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല, സുഖമായിരിക്കേണ്ട ഒരു വ്യക്തിയും കൂടിയാണ്. You are a trainer as well as a nutritionist. Yes, you are right. Yes, how is your lockdown regime going? എല്ലാം അടിപൊളിയായിട്ട് പോകുന്നുണ്ടോ? As of now, so far so good. Like we adapt. സൂപ്പർ. നമ്മുടെ പൃഥ്വിരാജ് എന്ന് പറഞ്ഞ നടൻ എല്ലാവർക്കും പ്രിയപ്പെട്ട ഒരു നടനാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ട്രെയിനറും പേഴ്സണൽ ന്യൂട്രീഷനിസ്റ്റും കൂടിയാണ്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ വൈറലായിട്ടുള്ള ഒരു പിക്ചർ ദ വൺ വിച്ച് ഹി റീസെൻ്റ്ലി പോസ്റ്റഡ്, എനിക്കൊന്ന് ക്വാറന്റൈൻ പീരിയഡിലിട്ട ഒരു പോസ്റ്റാണ്.
അതിൽ നിന്നും പിന്നെ എല്ലാവർക്കും ദേ വാണ്ടഡ് ടു നോ മോർ അബൌട്ട് ഇറ്റ്. ഓഫ് കോഴ്സ് ഒരു ക്യാരക്ടറിന് വേണ്ടിയിട്ടാണ് ചെയ്തെങ്കിൽ പോലും ഇതിന്റെ പിറകെ വർക്ക് ചെയ്ത മൊത്തം ഈ ഒരു വ്യക്തിയാണ് അല്ലേ? എന്റെ ഒരു വർക്കുണ്ട്, സെയിം ടൈം അദ്ദേഹത്തിന്റെ ഹാർഡ് വർക്കും ഡിറ്റർമിനേഷനും ആണ് എന്റെ ഒരു കീ പോയിന്റ്. സൂപ്പർ. ഈ ഒരു പ്രൊഫഷൻ എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? when did you start this, Ajith? See, once I completed my engineering graduation, 2012 പാസ് ഔട്ട് ആണ് ഞാൻ. അതിനുശേഷം ഞാൻ ഒരു മെയിൻ്റെനൻസ് എഞ്ചിനീയർ ആയിട്ട് വർക്ക് ചെയ്തു. അതിന്റെ ടൈമിൽ തന്നെ പാർട്ട് ടൈം ആയിട്ട് ഞാനൊരു ഫിറ്റ്നസ് ട്രെയിനർ ആയിട്ട് വർക്ക് ചെയ്തു. അതെന്റെ ഒരു പാഷൻ ആയതുകൊണ്ട്. സോ ഫോർ 2 years of time I did my profession and passion. I balance. But ഒരു point of time there is a point of time and I need to choose profession or passion, so I choose passion. And super. So yeah. General trainer ആയിട്ടാണ് ഞാൻ തുടങ്ങിയത്. Then I slowly started, I slowly pick up, I study more about this and അങ്ങനെ പതിയെ ഇതിലേക്ക് വന്നു. 2014 ആയപ്പോൾ ഫുൾ സ്വിംഗിൽ പേഴ്സണൽ ട്രെയിനിങ്, ഫിറ്റ്നസ് ട്രെയിനിങ് ഫീൽഡിലേക്ക് വന്നു. ഫിറ്റ്നസ് ട്രെയിനിങ് എന്ന് പറയുമ്പോഴത്തേക്കും യു ഹാവ് ബീൻ ട്രെയിനിങ് ലോട്ട് ഓഫ് സെലിബ്രിറ്റീസ് ആസ് വെൽ. വെൻ ഡിഡ് യു ഗെറ്റ് ഇൻ ടു ട്രെയിനിങ് ഒരു സെലിബ്രിറ്റി കാറ്റഗറിയെ ട്രെയിനിങ് ചെയ്യാനുള്ളത് എപ്പോഴാണ്? വെൻ ഡിഡ് ഇറ്റ് സ്റ്റാർട്ട്? ഞാൻ അങ്ങനെ പറയുകയാണെങ്കിൽ 2015 നമ്മുടെ ഗോൾസ് ജിം വൈറ്റില, അവിടെയാണ് ഞാൻ പേഴ്സണൽ ട്രെയിനറായിട്ട് വർക്ക് ചെയ്തത്. അവിടെ വെച്ചിട്ട് ജയേട്ടൻ, നമ്മുടെ ജയസൂര്യ ചേട്ടനെ അദ്ദേഹത്തിന്റെ പേഴ്സണൽ ട്രെയിനറായിട്ട് അദ്ദേഹം ചൂസ് ചെയ്യുകയും ഞാൻ അദ്ദേഹത്തിന് ഒരു 8 months ഐ വാസ് ട്രെയിനിങ് ഹിം. ബൈ ആ ടൈമിലാണ് പൃഥ്വിരാജ് സാറിന്റെ ഒരു കോൾ വന്നതും ഞാൻ ആ ട്രെയിനിങ്ങിലേക്ക് കൺവേർട്ട് ആയതും. സോ ഫസ്റ്റ് ഇഫ് യു സേ ഇറ്റ്സ് ലൈക്ക് നൗ ഓൾ ആർ സെലിബ്രിറ്റീസ് റൈറ്റ്. സോ നമുക്കൊരു എന്താ പറയാ, ഈ ഗോൾഡ് ജിം എന്നുള്ള ഒരു ജിമ്മ് നമ്മുടെ കൊച്ചിയിൽ തന്നെ അത്യാവശ്യം ഒരു നല്ലൊരു ക്രൗഡ് വരുന്നതാണ്. കാരണം ലൈക്ക് പോലീസ് കമ്മീഷണേഴ്സ്, ലൈക്ക് ഡോക്ടേഴ്സ്, സോ അങ്ങനെ ഒരു കാറ്റഗറി വന്നു. സോ അവിടെ ഒരു നല്ലൊരു എക്സ്പോഷർ ആയിരുന്നു, ലൈക്ക് മിംഗ്ലിംഗ് ദിസ് പീപ്പിൾ. ദെൻ ജയേട്ടനാണ് ഫസ്റ്റ്, ദെൻ അതിനുശേഷമാണ് പൃഥ്വിരാജ് സാറിനായിട്ട് ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്തത്. Right, super. So when these actors they go for acting, even if it is outside India, is it quite normal that you also go with them? അങ്ങനെയാണോ? For me is എനിക്ക് പോകാം. അല്ല, I mean I used to go with him for every movies. Okay. Right. ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ ഐ ഡോണ്ട് തിങ്ക് ദാറ്റ് യു വിൽ ബി ഏബിൾ ടു ട്രാവൽ, ബട്ട് ദെൻ എങ്ങനെയാണ് നിങ്ങളുടെ ട്രെയിനിങ് സെഷൻസ് നടക്കുന്നത്? ഞാൻ ജസ്റ്റ് നൗ സാറിന്റെ സെഷൻ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷമാണ് ഇവിടെ വന്നത്. ഇറ്റ്സ് ഗോയിങ് വെൽ. ആൻഡ് ജോർഡാനിലും അങ്ങനെ തന്നെയായിരുന്നു, ട്രെയിനിങ് വാസ് ഗോയിങ് വെൽ. ദെൻ നമ്മൾ ആകെ ബ്രേക്ക് എടുത്തത് ക്വാറന്റൈൻ പീരീഡ് 14 days ആൻഡ് ഹി ഗോട്ട് എ സർട്ടിഫിക്കറ്റ് ഓഫ് നെഗറ്റീവ്. Then I got tested with help of him. Then I got a certificate of negative and very next day we started our training. Super. What is your fitness specialty? എല്ലാവർക്കും അവരുടേതായ ഒരു സ്പെഷ്യാലിറ്റി ഉണ്ടാവും. What would you claim for yourself that this is my specialty, being a fitness trainer? Okay, I don't know if I can say that it's a specialty, but I do an approach of ഞാനൊരു ജസ്റ്റ് ഒരു വെയിറ്റ് ലോസ് ഓർ മസിൽ ഗെയിൻ ലൈക്ക് ആ ഒരു അപ്രോച്ച് അല്ല സാധാരണ ഞാൻ ചെയ്യാറ് എന്റെ പേഴ്സണൽ. ഐ ഡോണ്ട് നോ ഇഫ് അതർ പീപ്പിൾസ് ആർ ഡൂയിങ്. ലൈക്ക് ഒരു ടോട്ടൽ വെൽ ബീയിങ്. ലൈക്ക് ഫിറ്റ്നസ് എന്ന് പറയുമ്പോൾ ആരും 6 pack കുറിച്ചോ അല്ലെങ്കിൽ മിററിൽ കാണുമ്പോൾ ട്രിംഡ്, സീറോ സൈസ്, അതൊന്നും അല്ല. ഇറ്റ്സ് ബിയോണ്ട് ദാറ്റ്. വാട്ട് യു സീ ഇൻ വെയിങ് സ്കെയിൽ ഇസ് ജസ്റ്റ് ഒരു ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷനോ അല്ലെങ്കിൽ നമുക്കൊരു മെഷറിംഗ് സ്കെയിലാണ്, ജസ്റ്റ് എ സ്കെയിൽ, ബട്ട് ഇറ്റ് ഡോണ്ട് ഡിസൈഡ് ഹൂ യു ആർ. സോ ആ രീതിയിലാണ് ഞാൻ ഫിറ്റ്നസിനെ അപ്രോച്ച് ചെയ്യുന്നത്. സോ ഫിറ്റ്നസ് കൊണ്ട് ഒരിക്കലും നിങ്ങളുടെ ഈ വെയിറ്റ് ഗെയിനോ വെയിറ്റ് ലോസോ അല്ലാതെ അതിന് മേലെ ഒരുപാട് കാര്യങ്ങളുണ്ട്, ഒരുപാട് ആസ്പെക്ട്സ് ഉണ്ട്. യുവർ പേഴ്സണാലിറ്റി, യുവർ ആറ്റിറ്റ്യൂഡ്, ദ വേ യു ലുക്ക്, ദ വേ യു സ്പീക്ക്, അതെല്ലാം, അല്ലെങ്കിൽ നിങ്ങളുടെ പെർഫോമൻസ് ലെവൽ, വാട്ട് പ്രൊഫഷൻ യു ആർ, അതിലെല്ലാം
നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നത് നിങ്ങളുടെ ഓവറോൾ ഫിറ്റ്നസ് ആണ്. അതെല്ലാവരും മനസ്സിലാക്കിയിരിക്കണം. ആ രീതിയിലാണ് എൻ്റെ ഫിറ്റ്നസ് അപ്രോച്ച്. Super. Okay, Ajith, I'll come back to you. Our next guest is an actress. She's been in the limelight for quite a long time as well. We'll have a chat with her. Let's get to know her more. Hi, Sreeja. Welcome to Kappa Prime Time. Hi, how are you? I'm good, thank you. How are you? I'm doing good too. Yeah, quite happy to see you. We have seen you in movies, we have seen you in advertisements and all. But quite pleasant to see you. നേരിട്ട് കാണുന്നതിൽ സന്തോഷം. Thank you so much. Right. Before your journey into movies, like you have done a couple of movies, like 5-6 movies ചെയ്തിട്ടുണ്ട്. എല്ലാം notable charactersുമാണ്. Before getting into movies, how was your life? എന്തായിരുന്നു? What's your background? Background, born and brought up in Bahrain. Okay. Okay, and after that I came down to Kerala, Calicut. That's where I'm from, basically native. Okay. And I did my degree there, got married, and then life goes on. And then after that I got into teaching. Okay. Mm-hmm. Yeah, and I was a teacher for 3 years for primary section. Mm-hmm. So that was a fun time. Okay. And then I slowly moved into the other sections of my life. I am also a trainer, image consultant, to be exact. Nice. And also in between all those happenings, movie, media, Lavin. Okay. എങ്ങനെയാണ് മീഡിയയിലേക്ക് വരുന്നത്? How was it into media? I mean, were you like passionate before itself that you want to get into media? Because you've been... No, not at all, not at all. It's an accidental എന്താ പറയാ, shift into it എന്ന് പറയാം. How was it? How was your entry? എങ്ങനെയായിരുന്നു ആക്സിഡന്റ് ആയിട്ട് കയറിയത്? My younger son, he did an ad. Okay. ആദ്യം ഞങ്ങളുടെ ഫാമിലിയിൽ ആദ്യമായിട്ട് ഒരു ആഡിന് പോയത് എന്റെ മോനെ, ചെറിയ മോനെ. Okay. So, അങ്ങനെ അവിടെ I met a person, a very good friend of mine, and through him I did my first short movie. Okay. Conversations from it. Okay. That's how I started off. That's the first time I was taking camera. വാക്ക് മാറ്റരുത്. ഇല്ല, മാറ്റില്ല. എന്താ എൻ്റെ പ്രശ്നം? ഇത് തൻ്റെ ഫ്രണ്ട് രേഷ്മയല്ലേ? എവിടെയത്? വെനസ്. ഓ, വെരി നൈസ്. വിനോദ്, നമ്മൾ അവസാനമായി ടൂർ പോയതെന്നാ? എവിടേക്കാ? Normally what we see is like parents മീഡിയയിലായി കഴിയുമ്പോഴത്തേക്ക് കുട്ടികൾ അതിനെ ഫോളോ ചെയ്യുന്നു. But it's now opposite. Opposite, yeah. So Now I told him sit at home and study. I'm doing it. That's nice. Like after the short films, you did a theatre also, right? I did one play. One theatre. The Man from Earth. Yeah, you don't have a basic ഒരു ബാക്ക്ഗ്രൗണ്ട്, തിയേറ്റർ ബാക്ക്ഗ്രൗണ്ട് ഒന്നും ഇല്ല. പക്ഷെ എന്നാലും എത്രത്തോളം that came out well when you did the theatre act? It was a wonderful experience. കാരണം ഞാൻ ഡ്രാമ ഒക്കെ കണ്ടിട്ടുണ്ട്. അച്ഛൻ, my dad was into കുറച്ച് theatre അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. Being Father's Day, I'm very proud to say that he was very much inclined to art. Okay. So I'm very proud of him, and I hope he's also proud of me right now. So ഞാൻ കുറെ അച്ഛൻ്റെ കുറെ theatre, he was into theatre, he was into കുറെ ബാറിലാകുമ്പോൾ we used to have a club and all that. അപ്പോൾ അവിടെ very actively he was on stage. Okay. So അങ്ങനെ ഞാൻ കണ്ടിട്ടുണ്ട്. I have been to his practices, I have been to. So once I came here, it was a totally different thing. അതൊക്കെ മറന്നു പോയി കുട്ടിക്കാലാകുമ്പോൾ. And I had a very good, though amateurs, I will not say they are amateurs once we were on stage. Okay. It was a wonderful experience, and we had a very good director and mentor who actually helped us through. Super. Now modeling ഒരു different field and acting is a different field. Not all models can be a good actor or vice versa. But you have excelled in both the ways. Modeling ലാണെങ്കിലും super ആണ്, acting ലാണെങ്കിലും you are creating wonders. So acting എങ്ങനെയാണ്, അഭിനയം എന്ന് പറയുന്ന ഒരു മേഖലയിലേക്ക് what made you think that you would be good in that? അതിനെ വന്നുപോയി. എല്ലാം ഒരു ആക്സിഡന്റാ. അതെ. They asked me if I can do it. Okay. I believe that നമുക്ക് ഒന്നും അറിയില്ല എന്ന് പറയാം. ഒരിക്കലും നമുക്ക് ഒന്നും അറിയില്ല എന്ന് പറയാം. That's what even I tell my boys. Don't say you don't know anything. All right. Just give it a try.
Exactly. He was not an ugly duckling anymore. During winter, he had grown into a beautiful white swan. Mama, can I ask you something? Yeah. Am I ugly? No. ആര് പറഞ്ഞു? പപ്പയ്ക്ക് ഇഷ്ടല്ല. No, he loves you so much. Really? But he's so busy at work. അതുകൊണ്ടല്ലേ മോളുടെപ്പം കളിക്കാൻ സമയമില്ലാത്തത്? Are you sure? I've also learned that you are into dancing now, though you're not a trained dancer. ഇപ്പോൾ training എടുക്കുന്നു. So is it for any movies or just because you love to learn? It's for myself. Okay, for self-satisfaction. Okay. It's for myself, and I love dancing. Very passionate about dancing. Any form. ഞാനിപ്പോൾ ക്ലാസിക്കൽ അല്ല, ഞാൻ all forms ഞാൻ ട്രൈ ചെയ്യാറുണ്ട്. Nice. So സൂപ്പർ. ബാറിലായിരിക്കുന്ന സമയത്ത് തന്നെ വേർ ലൈക്ക് മൂവീസ് സംവെയർ ഇൻസൈഡ് യു ഡിഡ് യു എവർ തിങ്ക് ലൈക്ക് ഓക്കെ ഇന്ന ആക്ട്രസിനെ മാതിരി ആകണം, ഓർ കുഞ്ഞിലെ എല്ലാവർക്കും ഉണ്ടാവുമല്ലോ നമുക്കൊന്ന് സിനിമയിൽ അഭിനയിച്ചാൽ നന്നായിരിക്കുന്നു. ഡിഡ് യു എവർ ഫീൽ ലൈക്ക് ദാറ്റ് ബിഫോർ, ഓർ അങ്ങനെ തോന്നിയിട്ടേ ഇല്ലായിരുന്നോ? ഇല്ല, ഞാൻ ഓൾ ടൈം അങ്ങനെ ഒരിക്കലും തോന്നിയിട്ടില്ല. Okay, Sreeja, I'll get back to you to get more about, to understand more about you. So, moving on to my guest, Preetha. എനിക്കൊന്ന് ഗൾഫിലെ ഒരുപാട് ഓഡിയൻസ് ഒരു ചേച്ചി ഫാൻ എന്ന് പറഞ്ഞില്ലെങ്കിലും സ്നേഹം നൽകുന്ന ഒരുപാട് പേരുണ്ട്. അപ്പം അവർക്ക് വേണ്ടിയിട്ട് നമുക്കൊരു ഹിന്ദി പാട്ടായാലോ, ചേച്ചിയുടെ ഒരു കവർ സോങ് തന്നെ. തീർച്ചയായിട്ടും. എന്റെ ഒരു കവർ സോങ് മേരി ഹംസഫർ എന്ന് പറഞ്ഞു ഞാനും മാധവനും കൂടെ ചേർന്ന് പാടിയ ഒരു പാട്ടുണ്ട്. റെഫ്യൂജി എന്നാണ് മൂവിയുടെ പേര്. അനു മലിക് മ്യൂസിക്. ആ പാട്ട് തന്നെ പാടാം. മേരെ ഹംസഫർ മേരെ ഹംസഫർ മേരെ പാസ് ആ മേരെ പാസ് ആ हमें साथ चलना है उम्र भर मेरे पास आओ मेरे पास आओ हमें साथ चलना है उम्र भर मेरे पास आओ मेरे पास आओ मेरे पास അസല ഹിന്ദി ലാംഗ്വേജ് ചേച്ചിക്ക് പണ്ടേ ഒരു വശമുള്ളതാണോ ഹിന്ദി ഭാഷ? ഹിന്ദി അതും ഈ പറഞ്ഞ പോലെ ഒരു കുഞ്ഞു കഥ പറയണം. വേറെ കഥയൊന്നുമല്ല, ഓരോരുപ്പിക്കില്ല. അതിൽ എനിക്ക് ഹിന്ദി ഭയങ്കര ഇഷ്ടമാണ്. അച്ഛനും അമ്മയും ആദ്യം ജോലി സംബന്ധമായിട്ട് ബോംബെ താനയിലായിരുന്നു. അവർ തമ്മിൽ ഹിന്ദി സംസാരിക്കുന്നത് ഇങ്ങനെ അത്ഭുതത്തോടെ ഇതെന്ത് ഭാഷയാ എന്നുള്ള മട്ടില് മനസ്സിലെ അത്. അപ്പൊ ചേച്ചിമാർക്കും കുറേശ്ശെ അറിയായിരുന്നു. ക്രമേണ എനിക്കിത് പഠിക്കണം, എനിക്കിത് അങ്ങനെ ഒരുപാട് ദൂരദർശൻ ന്യൂസ് കാണും, ഹിന്ദി ഫിലിംസ് അന്ന് ഞായറാഴ്ച ഒരെണ്ണം, പിന്നെ വെനസ്ഡേസിലുള്ള ഒരു ചിത്രഹാർ, ഇതൊക്കെയല്ലേ ഉള്ളൂ അന്ന്. ഇതൊക്കെ കാണുമായിരുന്നു. പിന്നെ അപ്പൊ ഹിന്ദി ന്യൂസ് കണ്ടാൽ മതിയോ അല്ലെങ്കിൽ ഹിന്ദി ഫിലിംസ് കണ്ടാൽ മതിയോ സംസാരിക്കാന്നല്ല, എവിടെയും നമുക്കത് പ്രയോഗിക്കണമല്ലോ, നമ്മൾ സംസാരിച്ച് പ്രയോഗിക്കണമല്ലോ. അങ്ങനെ ഹിന്ദി ഞാൻ ആക്ച്വലി BSc സുവോളജി കഴിഞ്ഞിട്ട് എല്ലാം ഡിഫറെന്റ് സ്ട്രീമാണ് കേട്ടോ. BSc സുവോളജി കഴിഞ്ഞിട്ട് MA ഹിന്ദി ചെയ്തു. അത് ഹിന്ദിയോടുള്ള ഇഷ്ടം കൊണ്ട് തന്നെയാണ്. അത് കഴിഞ്ഞ് ഇപ്പൊ പ്രൊഫഷൻ ആയിട്ട് വന്നിരിക്കുന്നത് മ്യൂസിക് ആണ്. അപ്പൊ എല്ലാം ഞാൻ അതാ പറഞ്ഞത്. എന്നിട്ട് ഞാന് ഹിന്ദി അതുകൊണ്ട് സംസാരിക്കാനും അതങ്ങനെ ഒരുപാട് ശ്രദ്ധിച്ചത് കൊണ്ടും താല്പര്യമുള്ളത് കൊണ്ട് തന്നെയാണ് ഹിന്ദി സോങ്സ് പാടുമ്പോൾ ഡിക്ഷൻ എനിക്കത് വളരെ ഉപകാരമാവാറുണ്ട്. ഞാൻ അത് തന്നെ മകനെയും പഠിപ്പിച്ചു. എന്തായാലും എല്ലാവർക്കും പാട്ട് കേൾക്കാനാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം ചേച്ചിയുടെ വായിന്ന്. അപ്പത്തേക്കും നമുക്ക് അടുത്ത ഒരു പാട്ട്, ഒരു ഹിന്ദി പാട്ടായാലോ ചേച്ചി ഏതായിരിക്കും പാടുന്നത്? ഹിന്ദി പാട്ട് പെഹ്ലാ നശ എന്ന് പറഞ്ഞ പാട്ട്, അതെനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. എനിക്ക് ഇപ്പം നമ്മുടെ ഒരു ലോക്ക്ഡൗൺ സീരീസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഒരുപാട് പേര് എക്സ്പെരിമെൻറ്റ്സ് ആണ്. എല്ലാവരും സ്വന്തമായിട്ട് പാട്ടുകൾ പാടുന്നു, ഇടുന്നു, എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷേ എന്നാലും നമ്മൾ ഒരു ചേച്ചിക്കൊരു ഐഡൻറ്റിറ്റി ഉണ്ട്. യു ആർ എ പേഴ്സണാലിറ്റി. ദർ ലോട്ട് ഓഫ് പീപ്പിൾ ഹു ഫോളോ യു. പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ചേച്ചിയായിട്ട് ഇനിഷ്യേറ്റീവ് ചെയ്ത് എന്തെങ്കിലും വർക്ക് ഓൺലൈനിൽ ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് പോകുന്നതുണ്ട്, അതിലേതെങ്കിലും ഒരു വർക്കിനെ കുറിച്ച് പറയാമോ? അത് ആൽബം സോങ് തീർച്ചയായിട്ടും നമ്മൾ തന്നെ. അപ്പൊ വരികൾ എഴുതിയത് മാധവി,
മേനോനാണ്. ഓക്കെ തൃശ്ശൂരാണ് ചേച്ചി. ഓക്കെ ഈണം നൽകിയത് നമ്മുടെ ഗായകൻ കല്ലറ ഗോപൻ. ഓക്കെ ഗോപൻ ചേട്ടൻ ഈണം നൽകിയ ഒരു ആൽബം സോങ് ആണ്. ആൽബത്തിന്റെ പേര് ഇടവഴിയിലെ ഈണം. അത് പാടി ഞാനത് വീഡിയോ ആയിട്ട് യൂട്യൂബിൽ ഇപ്പൊ റിലീസ് ചെയ്തിട്ടുണ്ട്. അത് നല്ല റെസ്പോൺസ് ആണ്. ഗോപൻ ചേട്ടൻ മ്യൂസിക് ചെയ്തതിന്റെ ഒരു എന്താ പറയാ ഒരു കല്ലറ ഗോപൻ ടച്ച് എന്നൊക്കെ വേണമെങ്കിൽ പറയാം ഉള്ള ഒരു പാട്ടാണത്. ഭൂമിയിലേക്കുള്ള വരവ് പ്രീത കണ്ണൻ എന്ന് പറയുന്ന ഗായിക പല മേഖലകളിലും യു ഹാവ് പ്രൂവ്ഡ് യുവർ സെൽഫ്. ഒരു വുമൻ എന്ന രീതിയിൽ, ഒരു സിംഗർ എന്ന രീതിയിൽ, ഒരു മദർ എന്ന രീതിയിൽ, ഒരു ഗുഡ് വൈഫ് എന്ന രീതിയിൽ എപ്പോഴും സപ്പോർട്ടീവായിട്ട് നമ്മൾ കാണുന്നത് കണ്ണൻ ചേട്ടനെയാണ്, യുവർ ഹസ്ബൻഡ്. ഇപ്പോൾ മോനും ഭയങ്കര സപ്പോർട്ടീവാണ്. നല്ലൊരു മാതൃകയാണ് എല്ലാവർക്കും തീർച്ചയായിട്ടും. സോ ബിക്കോസ് യു ആർ ഹാൻഡിലിങ് ലോട്ട് ഓഫ് തിങ്സ്. ഈ ഒരു കഴിവ് എങ്ങനെയായിരുന്നു കിട്ടുന്നത്? എല്ലാം ഒരു ക്ഷമയോടുകൂടെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നത്? അയ്യോ, ക്ഷമയോട് കൂടെ എന്നുള്ളത് ചോദിച്ചാൽ അവരോട് ചോദിക്കേണ്ടി വരും കേട്ടോ. ക്ഷമ ഇല്ല, എന്നാലും എനിക്ക് ചില നിർബന്ധങ്ങൾ ഉണ്ട്. അതെന്റെ അമ്മയുടെ കയ്യിൽ നിന്ന് കിട്ടിയത് തന്നെ ആയിരിക്കാം. ഞാൻ തന്നെ ഇതിപ്പോ വേറെ ആരെങ്കിലും ചെയ്താൽ പോരെ, നമുക്ക് തിരക്കുള്ളപ്പോ എന്ന് തോന്നിയേക്കാം. പക്ഷെ അങ്ങനെയല്ല, ഞാൻ തന്നെ ചെയ്യണം എന്ന് തോന്നുന്നു. ഇപ്പൊ ഞാൻ റെക്കോർഡിങ്സിന് എവിടെയെങ്കിലും എറണാകുളത്തോട്ടൊക്കെ പോവുകയാണെങ്കിലും ഈസി ആയിട്ട് ഇപ്പൊ സ്വിഗ്ഗി, സൊനാറ്റോ ഇതെല്ലാം ഉള്ളത് കൊണ്ട് വരുത്തി കഴിക്കാവുന്നതേ ഉള്ളൂ. പക്ഷെ 4 നേരം ഒരു 2 ഡേയ്സിനെങ്കിലും ഇവർക്കുള്ള ഭക്ഷണം ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വെക്കുക. പിന്നെ ഇന്ന കാര്യങ്ങൾ ഇന്നത് ഞാനില്ലെങ്കിൽ ഇപ്പം അവര് ചെയ്യേണ്ടതാണെങ്കിൽ അവരോട് പറഞ്ഞ് അതേപോലെ തന്നെ ചെയ്യണം. അത് ചെയ്തില്ലെങ്കിൽ ദേഷ്യവും വരും കേട്ടോ, അത് കാര്യം വേറെ. അപ്പൊ അത് അമ്മയിൽ നിന്ന് കിട്ടിയത് തന്നെയാണ്. ഓക്കെ, സൂപ്പർ. എന്തായാലും നമുക്ക് ഇപ്പോഴത്തെ ഒരു യങ് ജനറേഷന് വേണ്ടിയിട്ട് ചേച്ചിയുടെ ഒരു ഇൻസ്പിറേഷൻ സോങ്. യങ് ജനറേഷൻ അല്ലെ എല്ലാവർക്കും വേണ്ടിയിട്ട്, നമ്മൾ എല്ലാവരും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ കഷ്ടകാലം പിടിച്ച കൊറോണ അല്ലേ, അതൊന്ന് കടന്നു പോണം. അപ്പൊ എന്താ വേണ്ടത്? നമുക്ക് ഈ പാട്ട് ഭയങ്കര ഇൻസ്പിറേഷൻ ആണ് എന്ന് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട്. ഈ ഒരു ഗാനത്തോടു കൂടി നമുക്ക് അല്ലേ? അതെ, ஒரு பூக்களுமே சொல்கிறதே வாழ்வென்றால் போராடும் போர்க்களமே, ஒவ்வொரு விடியலுமே சொல்கிறதே இரவான പകലൊன்று വന്നിടുമേ. ഗംഭീരമായിട്ടുണ്ട് ചേച്ചി, താങ്ക് യു സോ മച്ച്. താങ്ക് യു സിന്ധിയ. എന്തായാലും ഇതേപോലെ പാടിക്കൊണ്ടേയിരിക്കുക, സന്തോഷം പകർത്തിക്കൊണ്ടേ പ്രാർത്ഥിക്കുക. തീർച്ചയായും എല്ലാവരുടെയും പ്രാർത്ഥനകൾ വേണം. സിന്ധിയുടെയും കപ്പ ചാനലിന്റെയും ചാനലിലെ പ്രേക്ഷകരുടെയും എല്ലാവരുടെയും പ്രാർത്ഥനകൾ വേണം. തീർച്ചയായിട്ടും. താങ്ക് യു. ചേച്ചി സ്നേഹിക്കുന്ന എല്ലാവർക്കും ചേച്ചിയുടെ വക ഒരു വിരുന്നായിക്കോട്ടെ. ഓക്കെ, താങ്ക് യു സോ മച്ച്. താങ്ക് യു. Well, moving on to my next guest, he is a Qawwali singer as well as a Sufi singer, and of course he sings a lot of other songs as well, but he specialized in these 2 genres. So let me welcome him. He is Siju Kumar. Hi Siju, welcome to Kappa Prime Time. Hi. Thank you. Yes, Siju എന്ന് പറയുന്ന ഒരു മ്യൂസീഷ്യൻ ആണ്. സിയ ഉൽ ഹക്ക് ആൻഡ് സിജു ഇവർ രണ്ടുപേരും ഒരുമിച്ചാണ് എപ്പോഴും പെർഫോം ചെയ്യുന്നത്. ഈ ഖവാലി എന്ന് പറയുന്ന ആ ഒരു ട്രഡീഷണൽ സോങ് ഭയങ്കരമായിട്ട് നിങ്ങൾ അതിനെ എന്താ പറയുക പോപ്പുലർ ആക്കുകയാണ്. ദ ഇമ്പോർട്ടൻസ് ഓഫ് ഖവാലി, അതിൻ്റെ പാട്ടുകൾ, അതിൻ്റെ പല വേരിയേഷൻസും നിങ്ങൾ ഇതിലേക്കുള്ള ഒരു ഇൻട്രസ്റ്റ് എപ്പോഴാണ് തുടങ്ങിയത്? എങ്ങനെയാണ് നിങ്ങൾ രണ്ടുപേരും കൂടെ ഒരുമിക്കുന്നത്? ആക്ച്വലി ഞാനും സിയയും കൂടെ കാണുന്ന ഒരു ചാനലിന്റെ ഒരു ഷോയില വെച്ചിട്ടാണ് വർഷങ്ങൾക്ക് മുമ്പ്, ഒരു 12 വർഷങ്ങൾക്ക് മുമ്പ്. അങ്ങനെ ഞങ്ങൾ മീറ്റ് ചെയ്തു. പിന്നെ നമ്മളെ നല്ല ഫ്രണ്ട്ഷിപ്പായി. പിന്നെ നമ്മുടെ ഒരു മ്യൂസിക്കിലുള്ള വേവ് ലെങ്ത്തും അതേ രീതിയിൽ തന്നെ തുടരുന്നു. പിന്നെ മ്യൂസിക്കലി നമ്മൾ കുറച്ചും കൂടെ ആ ഷോ കഴിഞ്ഞതിന് ശേഷം
നമ്മൾ കുറച്ചും കൂടെ മ്യൂസിക്കലിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് നമ്മൾ ഹിന്ദുസ്ഥാനി ക്ലാസിക്കൽ പഠിക്കാനായിട്ട് ഞങ്ങൾ വി ആർ സ്റ്റഡിങ് ടുഗദർ ഇൻ നാഗ്പൂർ ഹിന്ദുസ്ഥാനി ക്ലാസിക്കൽ. പിന്നെ അതിനുശേഷം സൂഫിയില് നമ്മൾ പോകാനായിട്ട് ഇനായത് ഖാൻ ഡൽഹിയിൽ നിസാമുദ്ദീൻ അവിടെ ആണ് നമ്മൾ സൂഫിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. സൂഫി എന്ന് പറയുന്ന ആ ഒരു പാട്ട് ആക്ച്വലി ലൈക്ക് ആ ഒരു ജോണർ ഓഫ് സോങ് നമ്മൾ പലപ്പോഴും ഫിലിംസിൽ കാണുമ്പോഴത്തേക്കും അതൊരു ഡിഫറെന്റ് ഫീലാണ്, റൈറ്റ്? ഇത് നിങ്ങൾ സ്പിരിച്വൽ ആണ്, എക്സാക്ട്ലി. ഇത് നിങ്ങൾ സ്റ്റേജിൽ ഒരുപാട് പെർഫോം ചെയ്യുന്ന ഒരു ഫോമും കൂടിയാണ്. എങ്ങനെയാണ് ഓഡിയൻസിന്റെ ഒരു അക്സെപ്റ്റ്? എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു ഫോമാണ്, ബട്ട് സ്റ്റിൽ ഹൗസ് ഏത് കാറ്റഗറിയിലെ ആൾക്കാരാണ്? നമ്മുടെ ഇന്ത്യയിലുള്ളവരാണോ അതോ പുറത്ത് രാജ്യങ്ങളിലാണോ ഏറ്റവും കൂടുതൽ അക്സെപ്റ്റൻസ് കിട്ടുന്നത്? പുറത്ത് നമ്മൾ US പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്. പുറത്ത് ഭയങ്കര സ്വീകാര്യതയാണുള്ളത്. കേരളത്തിലെ കാര്യം പറയുകയാണെങ്കിൽ കേരളത്തിൽ നമ്മുടെ സൗത്തിലെ ഫസ്റ്റ് കവാലി ഗ്രൂപ്പാണ് ഞങ്ങളുടെ ഹസ്രത്ത് കവാലി ഗ്രൂപ്പ്, ഞാനും സ്റ്റേയും കൂടെ ഉള്ളത്. അപ്പൊ നമ്മള് പല ഷോസിലും നമ്മള് പെർഫോം ചെയ്തപ്പോ ഭയങ്കര റെസ്പോൺസ് ആയിരുന്നു ആൾക്കാർക്ക്. കാരണം അവരുടെയൊക്കെ മനസ്സിൽ ഈ ഒരു സൂഫി സോങ്സ് ഇപ്പൊ റഹ്മാൻ സാറിന്റെ ആയാലും നുസ്രത്ത് സാഹിബിന്റെ ആയാലും റാഹത്ത് ജിയുടെ ആയാലും എല്ലാവരുടെയും സോങ് ഇങ്ങനെ മനസ്സിലുള്ളതുണ്ട്. പക്ഷെ അതാരും അങ്ങനെ ലൈവ് അങ്ങനെ അധികം അങ്ങനെ പാടി കേൾക്കാത്തതുകൊണ്ട് ആ പാട്ടുകളൊക്കെ പാടി കേൾക്കുമ്പോൾ അവർക്ക് ഭയങ്കര ഒരു അവര് വേറൊരു ട്രാൻസിലോട്ട് ആയി പോകുന്നു എന്നുള്ളതാണ് നമുക്ക് കിട്ടുന്ന ഒരു റെസ്പോൺസ്. അതൊക്കെയാണ് നമ്മുടെ ഒരു ഊർജ്ജം. സൂപ്പർ. അതിന്റെ ഒരു കുറച്ചൊരു പോർഷൻ നമുക്കൊന്ന് കേൾക്കാം. ഓക്കെ. ओ ये नूर दर्द की राहों में रोशनी भर दे, ये नूर टूटती सांसों में जिंदगी भर दे, ये नूर आँख में उतरे तो आक़िबत बख्शे, ये नूर रूह में उतरे आखिरत बख्शे, मौला तेरा नूर, मौला तेरा नूर, मौला तेरा नूर, मौला तेरा नूर. ഗംഭീരം ഗംഭീരം. ഇതിന് ഭയങ്കരമായിട്ട് ഒരു വോയിസ് കൺട്രോൾ വേണം അല്ലേ? തീർച്ചയായിട്ടും. കൂടുതലും ഒരു അതിന്റെ ഒരു ടോപ്പ് റേഞ്ചാണ് കൂടുതലും നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ എന്റെയും സിന്റെ ഒക്കെ വോയിസ് കൾച്ചറും ഏകദേശം ഒരു റേഞ്ച് ഒക്കെ പാടാൻ പറ്റുന്ന ഒരു വോയിസ് കൾച്ചർ ആയതുകൊണ്ടാണ് നമുക്ക് കൂടുതൽ ഇതില് ഇൻവോൾവ് ചെയ്യാൻ പറ്റുന്നതും ഇതിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നത്. സൂപ്പർ സൂപ്പർ. ഇപ്പം സിജുയുടെ ആയാലും സിയയുടെ ആയാലും നിങ്ങളുടെ ഒരു ബേസ് എന്ന് പറയുമ്പോൾ മ്യൂസിക് എന്ന് പറയുന്നത് ആൾക്കാരിൽ എത്തിക്കുക, ഒരു യൂണിറ്റി ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതിൽ മതമോ റിലീജിയനോ അതൊന്നുമില്ല. പാട്ടെന്ന് പറയുന്നത് ക്രിയേറ്റ് ചെയ്യുന്നത് ഒരു യൂണിറ്റിയാണ്. അത് നിങ്ങൾ ഒരുപാട് സക്സസ്ഫുള്ളും ആയിട്ടുണ്ട്, ഒരുപാട് സ്റ്റേജ് പെർഫോമൻസിൽ ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ രണ്ടുപേരുടെ ഒരു അൾട്ടിമേറ്റ് ഡ്രീം പ്രോജക്റ്റ് എന്താണ് സ്റ്റേജ് പെർഫോമൻസിൽ? ഇനി എന്തെങ്കിലും നമ്മൾ ഇങ്ങനെ ഒരെണ്ണം ചെയ്താക്കൊള്ളാം, റിവീൽ ചെയ്യണമെന്നില്ല, എന്നാലും നമ്മള് സൂഫി എന്നുള്ള കൺസെപ്റ്റ് തന്നെ നമുക്കറിയാലോ, ഒരു യൂണിറ്റി ആണ്. നമ്മുടെ എല്ലാ ഒരു മതവും ഇല്ല, അങ്ങനെയുള്ള ഒരു കൺസെപ്റ്റ് ആണ് സൂഫിന്റെ. അപ്പൊ നമ്മൾ ഇതെല്ലാം ഇപ്പൊ ഹിന്ദു, ക്രിസ്ത്യൻ, മുസ്ലിം അങ്ങനെ ഒന്നും ഇല്ലാതെ ഇതിനെല്ലാം ഒരൊറ്റ കുടക്കീഴിലേക്ക് കൊണ്ടുപോകുന്ന ഒരു നല്ലൊരു മെസ്സേജ് ഉള്ള ഒരു വീഡിയോ, നമ്മുടെ വളരെ ഒരു ജനങ്ങളിൽ അത് ഒരു ഇൻസ്പയർ ചെയ്യുന്ന ഒരു വീഡിയോ, അതിലെന്തെങ്കിലും മനസ്സിന് നല്ലൊരു നന്മ ഉണ്ടാകുന്ന ഒരു ആൾക്കാരിലേക്ക് ഈ നമ്മുടെ ഒരു മ്യൂസിക്കൽ വീഡിയോ എത്തണം എന്നുള്ളത് നമ്മുടെ ഒരു വലിയൊരു കൺസെപ്റ്റ് ആണ്. ഓക്കെ, സോ അതാണ് നിങ്ങളുടെ ഡെഫിനറ്റ്ലി യു വിൽ വിൻ ഇൻ ദാറ്റ് ആസ് വെൽ. ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളുടെ ബാൻഡ് ഒരു വലിയ ബാൻഡാണ്. ആദ്യം 8 പേരായിരുന്നു, ഇപ്പോൾ അതിൽ 12 പേരുണ്ട്.
ആരൊക്കെയാണ് ബാൻഡ് മെമ്പേഴ്സ്? എന്തൊക്കെയാണ് ഇൻസ്ട്രുമെന്റ്സ് അവർ പ്ലേ ചെയ്യുന്നത്? നമ്മളെ ഹാർമോണിയം കീബോർഡും ആണ് അതിന്റെ ലീഡ് ചെയ്യുന്നത്. ഹാർമോണിയം തന്നെ, പിന്നെ കീബോർഡും. കീബോർഡ് മീൻസ് യൂസ് ചെയ്യുന്ന വെച്ചാൽ കാരണം കൂടുതലും നമുക്ക് റിക്വസ്റ്റ് ഒക്കെ വരും റഹ്മാൻ സാറിന്റെ ഒക്കെ, അപ്പൊ അതിൽ കുറെ പാർട്സ് ഒക്കെ വേണ്ടി വരും. അതുകൊണ്ടാണ് നമ്മൾ കീബോർഡും കൂടെ യൂസ് ചെയ്യുന്നത്. അതല്ലെങ്കിൽ ട്രഡീഷണൽ അക്വസ്റ്റിക് ഗിറ്റാർ, മാൻഡലിൻ, പിന്നെ പെർക്യൂഷൻ സൈഡ്, തബല, ഡോലക്ക് ഒക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇതൊക്കെ വായിക്കുന്നതും വളരെ വളരെ ഇതില് എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളുമാണ്. Okay, Siju, I'll come back to you. Moving on to Ajith. So Ajith, ഒരു ഫിറ്റ്നസ് ട്രെയിനർ ഷുഡ് ഓൾവേസ് ബി ഫോക്കസ്ഡ് ആൻഡ് ഒരാളുടെ ഹിസ്റ്ററി എടുക്കുകയാണെങ്കിൽ ഫ്രം ദ വെരി സ്റ്റാർട്ട് ഹി ഹാസ് ടു നോ അബൌട്ട് ദാറ്റ് പേഴ്സൺ. സോ യു ഹാവ് ബീൻ ലേണിംഗ് പൃഥ്വിരാജ് ഫ്രം ദ വെരി സ്റ്റാർട്ട് സ്റ്റേജ് എന്ന് വേണമെങ്കിൽ പറയാം. ഏറ്റവും കൂടുതൽ what kind of encouragement do you give him every day? Oh, actually, he is self-motivated. Actually, I'm getting encouragement from him. Super. From looking at him, I come to know how to work, how a person should be disciplined. So, to be very honest, Prithviraj sir ഒരു 15 years ആയിട്ട് ട്രെയിനിങ് ചെയ്യുന്നുണ്ട്. And I started 10 years back. So you know the difference. Correct, yeah. Okay. അപ്പോൾ അങ്ങനെ ഒരാളെ ട്രെയിൻ ചെയ്യിക്കുമ്പോൾ അദ്ദേഹം ഇതിനെക്കുറിച്ച് വളരെ നല്ല നോളജ് ഉള്ള ഒരാളാണ്. What he is doing, he know exactly what he is doing. Like ഞാൻ പറഞ്ഞു കൊടുത്തുകൊണ്ട് ചെയ്യുന്നത് മാത്രമല്ല, he know what he is doing. Then നമ്മളൊരു പ്ലാൻ സെറ്റ് ചെയ്യുമ്പോൾ I have to explain the entire plan. And he stick with that plan. So അങ്ങനെ ഒരാളുടെ അടുത്ത് നിന്ന് നമ്മൾ ഒരു പെർട്ടിക്കുലർ അഡ്വൈസ് കൊടുക്കേണ്ട ഒരു ആവശ്യം വരാറില്ല. ലൈക്ക് യു ഹാവ് ടു ഡു ദിസ്, ബിക്കോസ് ഞാനത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ അദ്ദേഹത്തിന് അറിയാം, ഓക്കെ ഇതിന് വേണ്ടിയിട്ടാണ്, ഓക്കെ ഇതാണ് നമ്മുടെ പ്ലാൻ. സോ ഹി ടോട്ടലി സ്റ്റിക്ക് വിത്ത് ദ പ്ലാൻ ആൻഡ് ഹി ഈസ് വെൽ മോട്ടിവേറ്റഡ്. സൂപ്പർ. നിങ്ങളുടെ ക്ലയൻസ് എല്ലാവരും ഒരു ചീറ്റ് ഡേ അല്ലെങ്കിൽ ചീറ്റ് മീൽ എടുക്കുകയാണെങ്കിൽ വിൽ യു ഗെറ്റ് ടു നോ അബൌട്ട് ഇറ്റ്? എന്റെ ഒരു ക്ലയന്റ് ചീറ്റ് ഡേ എടുക്കുകയാണെങ്കിൽ ഒരു ചീറ്റ് മീൽ നമ്മൾ അറിയുന്നില്ലല്ലോ. സോ വെൻ യു ഫിക്സ് എ പ്ലാൻ ആൻഡ് അതിൽ നിന്നും കുറച്ച് ചീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വിൽ യു ഓൾ നോ അബൌട്ട് ഇറ്റ്? ടു ബി ഹോണസ്റ്റ്, നമ്മൾ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറഞ്ഞ ഒരു റാപ്പോർട്ടേജ് സ്റ്റേജ് നമ്മൾ ക്ലയന്റ് ആയിട്ട് ഉണ്ടാക്കും. ഞാൻ പൃഥ്വിരാജ് സാറായിട്ടാണ് 1-on-1 ട്രെയിൻ ചെയ്യുന്നത്. ദെൻ ഐ ഹാവ് സം ഓൺലൈൻ ക്ലയൻസ് ആസ് വെൽ. സോ ഫസ്റ്റ് തിങ് വി ഹാവ് ടു ക്രിയേറ്റ് എ റാപ്പോർട്ടേജ്. അത് കഴിഞ്ഞൊരു ഇൻവെസ്റ്റിഗേഷൻ സ്റ്റേജ് ഉണ്ട്. ദെൻ അത് കഴിഞ്ഞിട്ടാണ് നമ്മളൊരു പ്ലാനിങ് സ്റ്റേജ് വരുന്നത്. അത് കഴിഞ്ഞിട്ടാണ് ആക്ഷൻ സ്റ്റേജ് വരുന്നത്. സോ ഈ റാപ്പോർട്ടേജ് സ്റ്റേജിൽ തന്നെ അവർക്ക് നമ്മളുടെ എന്താ പറയാ, we transfer energy, like if you cheat or something, it's not loss for me, it's for you. Correct. And I am closely watching and I very much want the result from you. It's more than money or what you invest. You don't need to cheat me. So അങ്ങനെ ഒരു റാപ്പോർട്ടേജിൽ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു 90-95% ആളുകൾ ചീറ്റ് ചെയ്യില്ല. അവർക്ക് അറിയാമെങ്കിൽ, അതായത് നമ്മൾ പറയുന്ന കാര്യം കറക്റ്റ് ആയിട്ട് അവർക്ക് കൺവേ ചെയ്തിട്ടുണ്ടെങ്കിൽ they don't do that. If they did that, they will come back to us and tell, okay, I did this, there was a party or there was a function, so I did all this, and I will say, okay, it's fine. Super. Ajith, one thing which I want to ask you is that quite normally people എല്ലാവർക്കും ഉള്ള ഒരു സംശയമാണ്, building up muscles ഒക്കെ നമ്മൾ ബിൽഡ് ചെയ്ത് കഴിഞ്ഞിട്ട് then at the same time when you reduce the weight, okay, like anything, for example ഇപ്പോൾ പൃഥ്വിരാജിനെ നമ്മൾ നോക്കുകയാണെങ്കിൽ തന്നെ for one of his character recently he had to lose weight like anything, and then again putting on weight, അത് പിന്നെ അടുത്ത ക്യാരക്ടറിന് ഡിമാൻഡ് ചെയ്യുമ്പോൾ ആ ഒരു ട്രാൻസിഷൻ അത് ബോഡിക്ക് അത് താങ്ങുമോ? നമ്മൾ പ്രോപ്പർ ന്യൂട്രീഷനും പ്രോപ്പർ പ്ലാനും ഉണ്ടെങ്കിൽ ബോഡി വിൽ അഡാപ്റ്റ്, ബോഡി വിൽ ഓവർകം ദാറ്റ്. ബട്ട് അതൊരു എന്താ പറയാ ടൈം കൺസ്യൂമിംഗ് പ്രോസസ് ആണ്. സോ വി ഹാവ് ടു അലൗ ദ ബോഡി ടു ഡു ദാറ്റ്. Right. It's possible. Yeah. Super. And one more question is that which is quite normal. നമ്മുടെ ഇപ്പോൾ ഒരു ട്രെയിനർ, ഫിറ്റ്നസ് ട്രെയിനർ എപ്പോഴും ഫിറ്റ് ആയിരിക്കണം എന്നുള്ളൊരു ഇതാണ്. ബട്ട് അറ്റ് ദ സെയിം ടൈം എപ്പോഴേലും നമുക്കൊരു ഫിറ്റ് ആയിരിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ വന്നിട്ടുണ്ടോ? അങ്ങനെ നടക്കാതിരിക്കട്ടെ, ബട്ട് അറ്റ് ടൈംസ് യു ഓൾസോ ഫോൾ സിക്ക് ചിലപ്പോഴൊക്കെ. ഹാസ് ഇറ്റ് ഹാപ്പൻഡ് ലൈക്ക് ദാറ്റ്? All human, right? Yeah. So എനിക്ക് വന്നിരിക്കുന്നത് I usually travel with sir. So ചിലപ്പോൾ അട്ടപ്പാടിയിലായിരിക്കാം, ചിലപ്പോൾ പോർച്ചുഗലായിരിക്കും. സോ ഇറ്റ്സ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ടെറൈൻ ആൻഡ് എവറിത്തിങ് ഇസ് ഡിഫറെന്റ്. സോ ആദ്യത്തെ ഫസ്റ്റ് ഇയർ ഞാൻ സാറിന്റെ കൂടെ ജോയിൻ ചെയ്തപ്പോൾ എനിക്ക് കുറച്ച് ഡിഫിക്കൽട്ട് ആയിരുന്നു അഡാപ്റ്റ് ചെയ്യാൻ, കാരണം നമ്മളുടെ ഒരു നോർമൽ റൂട്ടീൻ ബ്രേക്ക് ചെയ്യുന്നു. നൗ ഞാൻ അതായിട്ട് ഫ്ലെക്സിബിൾ ആയി. ഇപ്പൊ ട്രാവൽ ചെയ്യുകയാണെങ്കിൽ ഐ ഡു ക്യാരി സം
my own food like nuts, Okay. dry fruits, അല്ലെങ്കിൽ നമ്മുടെ resistant band, ചെറിയ കാര്യങ്ങൾ. Then I do go for running and also I try to maintain my workout and diet, because the same thing, like if you are നമ്മൾ ചെയ്യുന്ന കാര്യം മറ്റുള്ളവർക്ക് അഡ്വൈസ് ചെയ്യാൻ പറ്റുള്ളൂ. അതായത് നമ്മൾ അതിന്റെ ബെനിഫിറ്റ് കിട്ടുന്ന ഒരാളാണെങ്കിൽ നമ്മൾ അത് ഒരാൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ നമുക്കത് ആ ഒരു എനർജി ഫീൽ ചെയ്യുള്ളൂ. അല്ലെങ്കിൽ വി ഡോണ്ട് ഫീൽ ലൈക്ക് ഐ ആം എ സ്മോക്കർ ആൻഡ് ഐ ആം ടെല്ലിംഗ് അതർ പേഴ്സൺ ടു ക്വിറ്റ് സ്മോക്കിംഗ്. ഇറ്റ്സ് നോട്ട് ഗുഡ്, ഇറ്റ്സ് നോട്ട് റൈറ്റ്. സോ ദ സെയിം കൺസെപ്റ്റ്. സോ സൂപ്പർ. I tried so hard and got so far, but in the end it doesn't even matter. I had to fall to lose it all, but in the end it doesn't even matter. I tried so. അജിത് ബാബു എന്നുള്ളൊരു പേഴ്സന്റെ ഒരു ഫിറ്റ്നസ്, കീപ്പിംഗ് ഇറ്റ് അസൈഡ്, വാട്ട് ആർ യുവർ അതർ ഇൻട്രസ്റ്റ്? For me, fitness comes first, and I do draw. I do pencil sketch and all. Oh, nice. Then what I can say? See, now I read lot of books. Okay. Not lot of books. I read books. That's it. Right. That's, Which yeah. is the best appreciation that you have received from your clients? Yeah. It's been 4 years now. Okay. So Ajith, നമ്മളിപ്പോൾ റീസെൻ്റ്ലി കാണുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ പീപ്പിൾ ആർ ഫോക്കസിങ് ഓൺ ഫിറ്റ്നസ് ബിക്കോസ് ദേ ആർ അറ്റ് ഹോം, ദേ ഹാവ് നത്തിങ് ടു ഡു. കഴിക്കുക വർക്ക് ചെയ്യുക, അതാണ് ഒരു റുട്ടീൻ ഇപ്പോൾ എല്ലാവരും ഫോളോ ചെയ്യുന്നത്. എല്ലാവർക്കും ദേ വോണ്ട് ടു ഡു സംതിങ് ഫോർ ദെംസെൽഫ്. അപ്പം അവർ യൂട്യൂബിൽ അല്ലെങ്കിൽ നെറ്റിൽ കയറി ദേ ഫൈൻഡ് ഡിഫറെൻറ്റ് വേസ് ഓഫ് ഗെറ്റിംഗ് ദെംസെൽഫ് ഗ്രൂംഡ് ആവാൻ വേണ്ടിയിട്ട്. ഇസ് ദർ എനി തിങ് ദാറ്റ് യു ആസ് എ ഫിറ്റ്നസ് ട്രെയിനർ കോൺട്രിബ്യൂട്ടിംഗ് ടു ദ സൊസൈറ്റി ഫോർ ഫിറ്റ്നസ്? Of course. So I'm active in Instagram. Okay. My Instagram ID is AjithBabu7. So I usually share my content, my thoughts actually. It's not like I'm teaching somebody. I share my thoughts. I'm just sharing my experience in this Instagram. Like, I came through a way and a road, and I know I'm familiar with that place. Okay. So I do share. It is like this, it is like that. Not a completely teaching. I'm not telling anyone to do this and you will buy like this and do this. No, I just share my thoughts in my Instagram, and I do have an online training platform called Lift with Ajith. You can check my website, Lift with Ajith in Google. You can check, and I have an app in Play Store as well. So it's a paid program. It's like completely for some different purpose. Okay. So I'm not promoting that as well. Okay. What I do is Instagram. So you can follow me in Instagram and you can check the details. Eat what your body wants. Exercise for 45 minutes. Sleep good. Drink enough water. And you will be healthy and happy. So anyways, I think it was really nice talking to you. You did share a lot of thoughts as well, because being a celebrity trainer, it is entirely different from the normal trainers is what people would think. So you have to be with a celebrity for quite a long time. So you and Prithviraj has a very good bonding. Definitely that's what you said in the initial stage. So iniyum ingane munnoട്ട് പോട്ടെ ഞങ്ങൾ എല്ലാവരും ആശംസിക്കുന്നു. Thank you so much. Keep up the good work. Thanks a lot for being on our show. Okay, thank you so much. Moving on to Sreeja, Ajith. So Sreeja, apart from acting, theatres, ads and all, what are your other hobbies? I read. I read a lot. Okay. And you've got homeworks to do as well. Yeah. Home takes me. Being home takes a lot of my time. And I take time to read it. Okay, super. Now, taking advertisements, more than 19 advertisements ചെയ്തിട്ടുണ്ട്. What is the major difference that you felt between acting and doing an ad? Movies and acting didn't give me much of a stress, or as in I have to കഷ്ടപ്പെടേണ്ട ആവശ്യം വന്നിട്ടില്ല എനിക്ക്. Everything was quite easy for you. Easy so far. നിങ്ങള് സംശയിക്കണ്ട, പെണ്ണിടമെന്നവരാ. ചേച്ചി വന്നൂട്ടോ. വരൂ ഹായ് ആന്റി. നമസ്കാരം ആന്റി. ബെസ്റ്റ്. ഇന്ന് നിന്റെ പിറന്നാളാണോ? അല്ല, കഴിഞ്ഞ who has been your like ഒരു ഇൻസ്പിറേഷൻ എന്ന് പറഞ്ഞ പ്രൊഫഷണൽ ലൈഫിൽ ഏറ്റവും കൂടുതൽ ഇൻസ്പിറേഷൻ തരുന്ന വ്യക്തി ആരാണ് ഫാമിലിയിൽ? അമ്മ, my husband. Oh, nice. My boys.
Super, but you should be lucky enough to get a family like that, because handling Definitely, family as well as getting into things is quite different. Right. ഇപ്പോഴും ഇത്രയും ചെയ്ത അഡ്വർടൈസ്മെന്റിൽ ഇറ്റ്സ് നോട്ട് നെസസറി ദാറ്റ് യു ഷുഡ് നെയിം ദം, ബട്ട് ഏറ്റവും കൂടുതൽ പേഴ്സണൽ ആയിട്ട് ഫേവറേറ്റ് ആയിട്ടുള്ള ഏതെങ്കിലും ആഡ്സ് ഉണ്ടോ വിച്ച് യു തിങ്ക് ലൈക്ക് വാവ് ഐ ലുക്ക് സൂപ്പർ there ഇൻ is ദിസ്? one, a very recent one. I had a very daring experience in it. Okay. So, where my sari got on fire. Oh my god. Okay. Yeah. So I think I'll never forget that. I mean, was it meant to be like that or adu ariyada? No, it was accidental. It was accidental. Okay. And how did they put it off? I put it off. I fell on. I have the presence of mind. I have no idea from where I got it from. So I knew I just had to roll. So I just rolled. Hey, that's super. That's nice. That's one experience I'll never ever forget. Okay, super. Like you said in the initial stage that the one of the best quality that you should be having is like don't think too much. You have to go do a try. For the youngsters out there, like how you tell your kids, do you have any or a motivation to tell them exactly what exactly they have to do in life, because you've been a teacher as well. Ippathe generation they are a little bit confused as to how to take life, how to handle. They are very weak in multitasking, I must tell you. What thought would you like to give them? See, because the Hitler, they don't try. They just, they are like, what if, this goes wrong? They are very unsure as to what they do. I always tell my boys, try doing it. My boys, I tell that to my boys also. Okay. That they are in that age where they have to start taking decisions for themselves. And you have to learn to ask, question themselves, which they don't do. They always, nowadays, everyone is on social media trying to find out what the others are doing, and then they try to. Correct. Their own individuality is being, they don't know what they are. So always try to figure out what you want to do, figure out where your strengths are. I tell them, you do what you want to do. Probably it might be wrong for you, but then you learn from that, and then you know where to correct yourself. You have to make mistakes. Exactly. Okay, so now coming back to your movies as well, is there any character that you think you require, like a dream character undavallo? Do you have any characters like that? Police station ആഗ്രഹമുണ്ട്. ഏതാണ്? പോലീസ് വേഷം ഒക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പോലീസ് വേഷം. Bold and beautiful character അല്ലേ? Then what? Super. So hopefully you will get a character like that very soon. Let's see. Okay. So do convey our regards to everybody there. Acting വളരെയധികം നന്നായിട്ട് ഇനിയും മുന്നോട്ട് പോട്ടെ, and all the very best for your future. Thanks a lot, Sreeja. Thank you so much. Bye. Siju Kumar. AR റഹ്മാനെ കാണാനായിട്ടുള്ള എപ്പോഴെങ്കിലും അവസരം കിട്ടിയിട്ടുണ്ടോ? നമ്മളെ ഈ ദർഗകളില് എല്ലാ നോർത്തിലായാലും തമിഴ്നാട്ടിലുള്ള എല്ലാ ദർഗകളിലും നമ്മുടെ ഷോ എല്ലാ വർഷവും ഉണ്ടാവാറുണ്ട്. ഇപ്പൊ നാഗൂര് ദർഗയില് അവിടുത്തെ അതിന്റെ ആ മക്കാമിന്റെ ഫ്രണ്ടിലിരുന്ന് പാടുന്നത് എന്നുള്ള ഒരു അവസരം നമുക്കാണ് എല്ലാ വർഷവും. നമ്മൾ ആക്ച്വലി പുറത്തൊരു ദിവസം പെർഫോം ചെയ്യാനാണ് പോയത്. നമ്മുടെ ആ ഷോയ്ക്ക് ശേഷം അതിന്റെ ആ മക്കാമിന്റെ മെയിൻ ആൾക്കാർ വന്നിട്ട് പറഞ്ഞു, ഇന്നൊരു ദിവസം കൂടെ മക്കാമിന്റെ അകത്ത് മക്കാമിന്റെ ജസ്റ്റ് ഫ്രണ്ടിൽ ഇരുന്ന് പാടണം, ഒരു പറ്റുമെന്ന് ചോദിച്ചു. അപ്പൊ അത് നമുക്ക് ഭയങ്കര ഒരു ബ്ലെസ്സിങ് ആയിരുന്നു. അത് അന്ന് നമ്മള് ആ മക്കാമിന്റെ ഫ്രണ്ടിൽ ഇരുന്നാണ് പാടിയത്. അതിനുശേഷം ഈ എല്ലാ വർഷവും നമ്മള് പുറത്തൊരു ഷോയും ഈ മക്കാമിന്റെ ഫ്രണ്ടിൽ വേറെ ഷോ, അങ്ങനെ 2 ദിവസത്തെ ഷോ ആണ് നാഗൂര്. അതുപോലെ നമ്മള് പിയ ഹജിയലിയിൽ ചെയ്തിട്ടുണ്ട്, അജ്മീർ ചെയ്തിട്ടുണ്ട്, പിന്നെ ചെന്നൈയിലുള്ള എല്ലാ ദർഗകളിലും നമ്മൾ എല്ലാ വർഷവും പെർഫോം ചെയ്യാറുണ്ട്. അപ്പോ ഈ റഹ്മാൻ സാറിന് നാഗൂരൊക്കെ റഹ്മാൻ സാർ വരാറുണ്ട്. അൺഫോർച്ചുനേറ്റ്ലി ഇതുവരെ മീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഒരു പാട്ടും കൂടി ആവാം നിങ്ങളുടെ ഗ്രൂപ്പ് പെർഫോം ചെയ്യുന്നത്.
या निजामुद्दीन औलिया या निजामुद्दीन सरकार रंग रेजा रंग रेजा रंग रेजा रंग रेजा ओ रंग रेजा അസലായിട്ടുണ്ട് കേട്ടോ. താങ്ക് യു. ഓക്കെ, നിങ്ങൾ ഫ്യൂഷൻസും കുറെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ടല്ലേ? ചെയ്യുന്നുണ്ട്. നമ്മള് സ്റ്റീഫൻ ദേവസ്യ ചേട്ടനൊക്കെ ആയിട്ട് ഷോ ചെയ്യാറുണ്ട്. റൈറ്റ്. ഓക്കെ, സൂപ്പർ. ഞങ്ങൾ കൂടുതലും സൂര്യ കൃഷ്ണമൂർത്തി സാറ് നമ്മളെ ശരിക്കും യൂസ് ചെയ്യാറുണ്ട്. സാറിന്റെ ഒരുപാട് എല്ലാ പ്രൊജക്റ്റിലും നമ്മളെ ഹസ്ബത്ത് ഗ്രൂപ്പിനെയും കൂടെ ഉൾപ്പെടുത്താറുണ്ട്. അതുകൊണ്ട് സൂര്യ കൃഷ്ണമൂർത്തി സാർ നമ്മുടെ ഒരു ഭയങ്കര ഒരു വെൽവിഷറും കൂടിയാണ്. ഓക്കെ, സൂപ്പർ. ഇപ്പം ആസ് യു നോ നമ്മളിപ്പോൾ എല്ലാവരും പൂട്ടിക്കിടക്കുന്ന ഒരു അവസ്ഥയിലാണ്. എന്നാലും എക്സ്പെരിമെന്റ്സോ യൂട്യൂബോ എന്തെങ്കിലും മീഡിയത്തിലൂടെ പുറത്തേക്ക് വരുന്നുണ്ടോ? അതിന്റെ പ്രൊജക്ടുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോ ഞങ്ങൾ രണ്ടുപേരും കൂടിയുള്ള ഒരു സൂഫി കോമ്പോസിഷൻ റെക്കോർഡിങ്സ് ഒക്കെ കഴിഞ്ഞു. അതിന്റെ ഷൂട്ടും കൂടെ as soon as possible അത് കപ്പയും കൂടി സഹകരിച്ച് നമുക്ക് ചെയ്യാൻ പറ്റട്ടെ. സൂപ്പർ. നിങ്ങളുടെ പ്രോജക്റ്റ് ഒക്കെ ഞങ്ങളൊക്കെ ഫുൾ മ്യൂസിക് ആണല്ലോ. സോ വി വിൽ ഡെഫിനറ്റ്ലി ബി വിത്ത് മ്യൂസിക്. സോ എനിവേസ് സിജു, കുറച്ചു നേരം നമ്മളോടൊപ്പം ടൈം സ്പെൻഡ് ചെയ്യൽ താങ്ക് യു സോ മച്ച്. ബട്ട് പോകുന്നതിന് മുന്നേ സിജുയുടെ ഒരു ഏറ്റവും പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ള വേറെ ഏതെങ്കിലും ഒരു ജോണർ ഓഫ് സോങ്സ് സിജു എപ്പോഴെങ്കിലും പാടിയിട്ടുള്ളതും ഇഷ്ടമായിട്ടുള്ള ഏതെങ്കിലും പാട്ടുണ്ടോ? ഞാൻ ആക്ച്വലി മെലഡി ഒക്കെ എനിക്ക് ഭയങ്കര ഞാൻ പാടുന്നതുമാണ്. അപ്പൊ എനിക്ക് ഒരു മലയാളം പാട്ട്, ഇത്രയും ഹിന്ദിയാണല്ലോ അപ്പൊ ഒരു മലയാളം കൂടെ പാടാം. വില്വാദ്രി തുളസീദളം ചൂടാൻ വരും മേഘം ശാലീനയായി പൊന്നാതിരാപൂത്തേടുമീ എന്നലും നീയൊരു മമരരാത്രിയിൽ തിരുവരങ്ങിലമൃതവർഷമാ പനി നീർത്തളിക്കുവാൻ ഇന്ദ്രദൂതുമാ ബലേബേഷ് അതിമനോഹരമായിരുന്നു. ഓക്കെ, സോ സിജു താങ്ക് യു സോ മച്ച് നമ്മളോടൊപ്പം കുറച്ചു നേരം സ്പെൻഡ് ചെയ്ത് ഇത്രയും നേരം പാട്ട് പാടി തന്നാല് താങ്ക്സ് എ ലോട്ട്. ഓക്കെ, താങ്ക് യു വെരി മച്ച്. ഞാൻ എന്റെ കൂടെ നന്ദി അറിയിക്കുന്നു, എന്നെ കൂടെ ഇതില് ഇൻവോൾവ്ഡ് ആക്കിയത്. താങ്ക്സ് ടു സിയ, താങ്ക്സ് ടു കപ്പ ടിവി. Thank you so much, Siju. So keep singing. Thanks a lot. Bye. Bye. Well, ഇന്നത്തെ നമ്മുടെ ഗസ്റ്റ് ആയി എത്തിയ എല്ലാവരും, it be from Preetha, it be from Ajith and also Sreeja and Siju. Thanks a lot for being on our show and sharing your valuable tips and entertaining us with your music as well. So today's episode of Kappa Prime Time, we are going to wind up here. We'll be coming back with yet another set of guests. Till we meet again, it's Cynthia signing off. Bye-bye.